ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ട് ജുവലറി മേക്കിംഗ് ഒക്കെ പഠിച്ചു വരാം. ഇതുവരെ ചെയ്തിട്ടില്ല, സ്വന്തമായിട്ട് തന്നെ പഠിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. എല്ലാം ഞാൻ വാങ്ങിയത് മീഷോയിൽ നിന്നാണ്. പക്ഷെ നല്ല പാക്കേജിങ് ആയിരുന്നു. എൻ്റെ ആർത്തി കാരണം കീറിയപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കൂടെയൊക്കെ പോയി. ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഒരു സെറ്റോടെയാണ്. ഇടയ്ക്കത് ഞാൻ ഇതിവിടെ കൊടുത്തേക്കാം പിക്ചർ. അതിൽ നമുക്ക് ഗിയർ വയറൊക്കെ കട്ട് ചെയ്യേണ്ട ഒരു കട്ടറുണ്ടായിരുന്നു. ഇതെല്ലാം പക്ഷെ നമുക്ക് കടയിൽ പോയാലും നമുക്ക് കിട്ടും. ഈ മുത്തൊക്കെ വാങ്ങുന്ന കടയില്ലേ, അവിടെയൊക്കെ വാങ്ങുമ്പോൾ നമുക്കിത് കിട്ടും. പക്ഷേ എനിക്ക് പോയി വാങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം മോനെ കൊടുത്തിട്ട് പോകാൻ, പ്രത്യേകിച്ച് അവൻ ആരെടുത്ത് നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ കരുതി മീഷോയിൽ നിന്ന് വാങ്ങാം. ഇതിൻ്റെ റേറ്റൊക്കെ ഇത് വെർത്താണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഞാനാണെങ്കിൽ ഇത് 100 സംതിങ് 200ൻ്റെ അകത്തെങ്ങാണ്ടേ ഉള്ളൂ. അതിൽ ഗോൾഡ് ആൻഡ് സിൽവറിലൊരു ചെയിന്, നമ്മുടെ റിങ്, നമ്മളെ കൊളുത്ത്, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് കൊള്ളാൻ തോന്നി. എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് വെറുതെ ഇരിക്കുകയല്ലേ, ഉണ്ടാക്കാൻ കൊള്ളാമെന്നൊക്കെ തോന്നിയായിരുന്നു. ഇതിലൊരു 7-8 സെറ്റോടെ ആയിട്ടാണ് വന്നത്. ഇത്രയും സാധനങ്ങളാണ് ഫസ്റ്റ് ഇതിൽ വന്നത്. ഞാൻ പിന്നെ അടുത്തതായിട്ട് ഓർഡർ ചെയ്തതെന്ന് പറയുന്നത് കുറേ മുത്തുകളാണ്. നമ്മളെ കുഞ്ഞ് വൈറ്റ് ബീഡ്സ് ഇല്ലേ, എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, വളയോ ബ്രേസ്ലെറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഗിയർ വയറും ഗിയർ ലോക്കും കൂടെ ഒരു സെറ്റോടെ വാങ്ങിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നു, പക്ഷെ അത് കാണാനില്ല. എങ്ങനെയും എൻ്റെ കയ്യിലിട്ട് എന്തോ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു 9 സെറ്റ് വരുന്നതാണ്. അതിൽ കുഞ്ഞു തെറ്റ് കുറച്ച് തന്നെ, എന്നാലിത് 99 രൂപ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് വെർത്തായിട്ട് എനിക്കും തോന്നി, കൊള്ളായിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ആദ്യത്തെ കാണിച്ച കട്ടറാണ്. പക്ഷെ ഇതിൽ നമ്മളെ ഗിയർ വയറൊക്കെ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്ന പ്ലഗറൊന്നും എൻ്റെ ഇല്ലായിരുന്നു. അതൊക്കെ ഞാൻ ലാസ്റ്റാണ് ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ അത് തന്നെ വാങ്ങിയത്. ഇത് നമ്മുടെ വൈറ്റ് സിൽവർ ഗിയർ വയറാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. ആദ്യം എൻ്റെ കൈയുടെ അളവിന് വെച്ച് എടുക്കാൻ നോക്കിയിട്ട് കയ്യിൽ നിൽക്കുന്നില്ലായിരുന്നു. അത് ഇറങ്ങി ഓട്ടമായിരുന്നു. അതിന് എൻ്റെ അടുത്ത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഓട്ടമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അതിൻ്റെ അളവൊക്കെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു ഐഡിയ ഇല്ലാതെ ചെയ്തതല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വീഡിയോയുടെ ഇടയിൽ കുറച്ച് ക്ലാരിറ്റി കുറവാണ് സൗണ്ടിന്. കാരണം ഇത് വീഡിയോ എഡിറ്റ് ചെയ്യണ നൈറ്റായിരുന്നാൽ പോലും റോഡ് സൈഡിലൂടെയൊക്കെ അത്യാവശ്യം വണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ സൗണ്ട് കേൾക്കാൻ പറ്റും. അതാണ് ഒരു ക്ലിയർ കുറവ് കാണും. അപ്പോൾ നമ്മുടെ അത്യാവശ്യത്തിനുള്ള ഗിയർ വയർ എടുത്തു. അതിനുശേഷം നമ്മളെ ഗിയർ ലോക്കാണ്. ഇത് ടൈറ്റ് ചെയ്ത് വെക്കേണ്ട കട്ടർ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടിച്ചൊന്ന് അമർത്തിയത് അവിടെ സ്റ്റക്കായിട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് ചെയ്തത്. ഫസ്റ്റ് നമ്മളൊരു ഗിയർ ലോക്ക് ഇട്ടു. അതിനുശേഷം നമ്മുടെ കൊളുത്തില്ലേ, നമ്മുടെ ചെയിനിലൊക്കെ ഇടുന്നത്, അതുകൂടെ ആഡ് ചെയ്ത് ആദ്യം ഗിയർ ലോക്ക് അത് ഇട്ടിട്ട് വീണ്ടും ആ ഗിയർ ലോക്കിനെ മടക്കി അതിൻ്റെ അകത്തിട്ടിട്ട് ടൈറ്റ് ചെയ്ത് അവിടെ വെക്കുമ്പോൾ അതങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്തതാണ്. അതങ്ങനെ ഇരിക്കും ടൈറ്റായിട്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യാം, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ടൈം എടുത്താണ് ചെയ്തത്. അങ്ങനെ കണ്ടോ, എനിക്ക് ഒരു 3-4 അല്ലല്ല 4-ൽ കൂടുതൽ തവണ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ജ്വല്ലറി മേക്കിങ്ങിലോട്ട് വരാൻ തോന്നിയത് 5-6 വീഡിയോസ് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. മാരേജിനൊക്കെ മുമ്പ് പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും പിന്നെ വെച്ച് ഞാൻ നിർത്തി. കാരണം
പേപ്പർ എടുക്കുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ എന്ത് ചെയ്യും, മോൻ വരും. അപ്പോൾ എനിക്കതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവന് പേപ്പറൊക്കെ ഭയങ്കര ഇഷ്ടം, വേറെ ഒന്നിനല്ല, കീറിക്കളെ. അതുകൊണ്ട് ആ പരിപാടി ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ ഈ പരിപാടി എന്ന് പറയുന്നത് അവ ഇല്ലാത്ത സമയത്ത് അവനെ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം, ഉറക്കമോ അങ്ങനെ വല്ലതൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഒന്നീ അവ ഉറങ്ങി കഴിഞ്ഞിട്ട് ഒരു 10 മണി 11 മണിക്ക് ശേഷം ചെയ്യാം. അപ്പം ചെയ്തോളം പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടൈം മാനേജിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് എന്ത് ചെയ്തു, ലോക്കൊക്കെ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഇവിടെ തീരെ കുഞ്ഞല്ല, ഒരു മീഡിയം സൈസ് വൈറ്റ് ബീഡ്സാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു 10 എങ്ങാണ്ട് ഇട്ടായിരുന്നു. ഇട്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ നടുക്ക് ഞാനൊരു 2 വലിയ ബീഡ്സും അതിന് ശേഷം 10 ഇട്ട്. പക്ഷെ അതിനുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, കാരണം ചെറുതായതുപോലെ തോന്നി. പിന്നെ ഞാൻ വീണ്ടും ഇത് മാറ്റിയിട്ട് എങ്ങാണ്ട് എന്ത് ചെയ്തു, ഒരു 13 14 അങ്ങാണ്ട് ഇട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഓക്കെ, കറക്റ്റായിട്ട് വന്നു. നമ്മൾ 2 സൈഡിലും ഒരേ എണ്ണത്തിലുള്ള കറക്റ്റ് സെയിമിലുള്ള മുത്തിട്ടാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ചെയ്യണതിൻ്റെയൊക്കെ ഒരു ഫോൾട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങോട്ടങ്ങോട്ട് ശരിയാവും. അപ്പോൾ അടുത്തതായി ഞാൻ എന്ത് ചെയ്ത്, വീണ്ടും ഒരു ഗിയർ ലോക്ക് എടുത്തതിന് ശേഷം നമ്മളെ ജമ്പിങ് സ്റ്റഡാണോ അങ്ങനെ എന്താണ്ടാണ് പറയുന്നത്, റിങ്ങില്ലേ നമ്മുടെ കൊളുത്ത് അറ്റാച്ച് ചെയ്യുന്നത്, അപ്പോൾ അതാദ്യം എടുത്തു. ഇതിൻ്റെയൊക്കെ ഒന്നും പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എവിടെ കേട്ടതില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, അത് ഒരു ഗിയർ ലോക്ക് ഇട്ട് പിന്നെ ആ റിങ് പോലത്തെ അതിട്ടിട്ട് വീണ്ടും ആ റിങ്ങിലൂടെ എന്ത് ചെയ്തു, വളച്ച് കയറ്റിയിട്ട് ആ ഗിയർ ലോക്ക് സ്റ്റക്കാക്കി വയ്ക്കുമ്പോൾ കറക്റ്റ് അവിടെ ഇരിക്കും. കുറച്ച് പാടാണ്, പക്ഷെ ഒരു ഗ്യാപ്പ് വീഴുന്നുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണതിൻ്റെ ഒരു തെറ്റാണ്. അതിലെന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കുമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ടൈം കളയേണ്ട, ഫസ്റ്റ് ചെയ്തല്ലേ, അതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഇനി അങ്ങോട്ട് ഇഷ്ടമെന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്തു, അതങ്ങനെ തന്നെ വിട്ടായിരുന്നു. ഞാൻ ആ ഒരു മുത്ത് ഗിയർ ലോക്കൊന്ന് സെറ്റ് ചെയ്യാൻ തന്നെ ഒരു 3 to 5 minutes ഞാൻ എടുത്തായിരുന്നു. അങ്ങനെ നമ്മുടെ ഫൈനലി ഇതാണ്ടാടാ നമ്മളെ ബ്രേസ്ലെറ്റ് സെറ്റായി. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് ഡെയിലി യൂസിന് കയ്യിലിട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലത്തെ കുഞ്ഞ് ബീഡ്സൊക്കെ വെച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു മണിക്കൂർ കിടക്കും, കാരണം എൻ്റെ കുഞ്ഞ് ഒറ്റ വലി അങ്ങ് പൊട്ടിച്ചങ്ങ് കയ്യിൽ തന്നേക്കും. പിന്നെ നമ്മുടെ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് വെറുതെ ആയി പോവില്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്തടാ, ഒരു കുറേ കഴിഞ്ഞിട്ട് അങ്ങനെ ഫൈനലി നമ്മളെ ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമല്ലേ, അതിൻ്റെ ഫോൾട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ കയ്യിൽ കിടന്ന വള ഊരിയിട്ടിടാൻ നോക്കി. ഞാൻ ഒറ്റയ്ക്കിട്ടതിൻ്റെ ഒരു എന്താണ്, കുറച്ച് പാടുപെട്ടാണ് ഇട്ടത്. എനിക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ സാധാരണ ആരെങ്കിലും ഇട്ട് തരലാണ് പതിവ്. അവിടെ ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം എടുത്തതാണ്, ബാക്കിയെല്ലാ വീഡിയോയും വേറൊരു ദിവസം. അങ്ങനെ തന്നെ സെറ്റോട്ട് എടുത്തതാണ്. അങ്ങനെ അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എന്ത് ചെയ്തു, ബ്രേസ്ലെറ്റ് ആരെങ്കിലും കൊടുക്കാം, എൻ്റെ അനിയത്തി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-5 കട്ടായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അടുത്ത സെക്ഷൻ എന്ത് ചെയ്തു വന്നിട്ടുണ്ട്. അതൊരു ഗിയർ വയർ, അങ്ങനെ കുറച്ച് മുത്തെല്ലാമായിട്ട് ഞാൻ എന്ത് ചെയ്തു, സെറ്റോട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 320, കറക്റ്റ് പറഞ്ഞാൽ 320. അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം സൈഡിൽ. അപ്പോൾ ഞാൻ ഇത് വന്ന അന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്തു, ഒരു ചെറിയൊരു കമ്മൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, കിട്ടിയ ആക്രാന്തത്ത് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഭയങ്കര ഇഷ്ടമാണ് അപ്പം തന്നെ. നമ്മൾ ടൈം എടുത്ത് ചെയ്യാനെങ്കിൽ ഭയങ്കര ഇഷ്ടം. പക്ഷേ എന്നെക്കൊണ്ട് കഴിയത്തില്ല, കാരണം എന്താ പറയുക, അതിലോട്ട് തന്നെ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ടൈം കിട്ടാറില്ല. അപ്പോൾ ഇതിലും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗിയർ ലോക്കൊക്കെ ചെയ്യേണ്ട കട്ടർ എനിക്കിതിൽ കിട്ടിയായിരുന്നേ. പിന്നെ അല്ലാതെ നമ്മുടെ ഗിയർ വയർ കട്ട് ചെയ്യേണ്ട കട്ടറും ഉണ്ടായിരുന്നു. കുറേ മുത്തൊരു, എൻ്റെ ഓർമ്മയിലൊരു 10 സെറ്റ് മുത്തെന്തോ ഉണ്ടായിരുന്നു. അതിലൊരു 10 മുത്തോ 12 മുത്തോ എങ്ങാണ്ട്, പക്ഷേ അത്രയും ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ മിക്ക മുത്തുകളും നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു കാണാൻ.
നല്ല ഗ്ലാസി ലുക്കായിരുന്നു. പിന്നെ അതിൽ പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ കമ്മലിടേണ്ട ഹുക്ക്, പിന്നെ നമ്മുടെ കമ്മൽ ചെയ്യേണ്ട കുറേ ഐറ്റംസ് സാധനങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. എൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ നമ്മുടെ ഗിയർ വയർ സിൽവർ ഉണ്ടായിരുന്നു, ഗോൾഡ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ കങ്കൂസ് നൂലില്ലേ, നമ്മുടെ ബ്രേസ്ലെറ്റൊക്കെ ഇലാസ്റ്റിക്കിൻ്റെ, അതും ഉണ്ടായിരുന്നേ. പക്ഷെ ഞാൻ അത് സത്യം പറഞ്ഞാൽ കണ്ടില്ല അതുള്ളതേ. വീട്ടിൽ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഇതുണ്ടല്ലേ, ഇത് ശ്രദ്ധിക്കാതെയാണ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അല്ലാതെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഓർഡർ ചെയ്തത്. അങ്ങനെ ഇനിയും കുറച്ച് സാധനങ്ങളൂടെ ഞാൻ എന്ത് ചെയ്തു, ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടങ്ങിയില്ലേ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, കുറച്ചുകൂടെ സാധനങ്ങൾ ഞാൻ എന്ത് ചെയ്തു, ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ വന്നിട്ടില്ല. വരണത് വരെ വീഡിയോ എടുക്കാതിരുന്നാൽ എനിക്ക് കൈ വിരുവിരായി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിച്ച് എല്ലാ സാധനങ്ങളൂടെ ഒറ്റ വീഡിയോയിലിടാമെന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്ത് വിചാരിച്ചത്. പക്ഷെ എന്നെക്കൊണ്ട് കഴിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓരോരോ വീഡിയോ ആയിട്ട് വന്ന പാതേനെ ഞാൻ എന്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഫസ്റ്റത്തെ 2 പാർട്ടിൽ ആദ്യത്തെ 2 സെക്ഷനിലായിട്ട് പൊട്ടിക്കണം. വന്നിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച് അതും ഒരു പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ ഇന്ന് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു കമ്മലൂടെ ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ എന്താ പറയുക, ഹാങ്ങിങ് പോലെ ഇട്ടിക്കുന്നില്ലേ, അതേമാതിരി ഒരു കമ്മലൂടെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇതിലൊരു ഒരു 10-15 ഐറ്റം സാധനങ്ങളുണ്ടായിരുന്നു. 320 രൂപയ്ക്ക് ഇത് നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ പുറത്തൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവുകയെ. ഞാൻ ആദ്യം കുത്തിയിരുന്ന് ആലോചിച്ച് എന്തോന്ന് ചെയ്യാമെന്നൊക്കെ, ബ്രേസ്ലെറ്റ് ചെയ്യണോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് നമുക്കൊരു കമ്മൽ ചെയ്യാം, ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ ചെയ്തല്ലോ. അടുത്ത കൺഫ്യൂഷൻ ഇതിൽ ഏത് മുത്തെടുക്കണമെന്നായിരുന്നു. നമുക്ക് അതിലൊരു 10-12 മുത്തൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. അപ്പോൾ ഇത് ഈ സ്റ്റഡിൽ ഉണ്ടാക്കേണ്ട, കമ്മലുണ്ടാക്കേണ്ട ഒരു സാധനം, അത് എൻ്റെ പേരെന്തിനാന്ന് എനിക്കറിയത്തില്ല. അതെടുത്തതിന് ശൈലും ഞാൻ എന്ത് ചെയ്തു, റെഡ് ബീഡ് ഇടാമെന്നാണ് വിചാരിച്ചത്. റെഡ് എല്ലാവർക്കും ഇഷ്ടമല്ലേ, അങ്ങനെ റെഡ് ബീഡ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. റെഡ് ബീഡ്സിൽ ഞാൻ എന്ത് ചെയ്തു, 2 റെഡ് ബീഡ് എടുത്തായിരുന്നു. അതെടുത്തിട്ട് നമ്മളെ കട്ടിങ്ങില്ലേ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്തിട്ട് അതിൽ നമ്മുടെ കമ്മലിൻ്റെ ഹുക്കില്ലേ അതിട്ട് എന്ത് ചെയ്തു, ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കമ്മൽ റെഡിയായി. എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ എന്തായാലും അമ്മയൊക്കെ വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഞാൻ എന്താ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയ കമ്മലിക്കുള്ളാവും എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ വിളിച്ച് കാണിക്കലായിരുന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് എൻ്റെ അനിയത്തിയായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അവളാണ് ഓരോ അഭിപ്രായം പറയുക, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ. ഇപ്പോഴാണെങ്കിൽ സാധാരണ എൻ്റെ കൂടെ ആരും ഉണ്ടായിരിക്കില്ല, ചേട്ടൻ്റെ അമ്മ ആരും കാണില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരിക്കും. എന്നാണെങ്കിൽ പപ്പയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെയാണ് ചോദിച്ചത് കൊള്ളാമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ അഭിപ്രായങ്ങൾ. നമുക്ക് ഈ കൊള്ളാമെന്നൊരു അഭിപ്രായം കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യാനൊരു ത്വരയില്ലേ, അത് സത്യം പറഞ്ഞൊരു വല്ലാത്തൊരു ത്വരയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുകഴ്ത്തി വിടുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കമ്മൽ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇനി അടുത്ത സെക്കൻഡ് കമ്മൽ ഇതേമാതിരി ചെയ്യണം. അപ്പോൾ നമുക്കൊരു ജോഡി വേണമല്ലോ. അമ്മയോട് ചോദിക്കുകയാണ് കൊള്ളാമെന്ന്. അമ്മ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹാപ്പിനെസ് കണ്ടു. അയ്യോ, അടുത്തത് നമ്മുടെ ഇതുപോലെ എന്തെങ്കിലും സെക്കൻഡ് കമ്മൽ. ഈ രണ്ടാമത്തെ കമ്മൽ വലിയ സമയമൊന്നും എടുത്തില്ല, ഒരു 3 to 5 minutes. 5 minutes ഒന്നും പോയില്ല, ഒരു 2-3 മിനിറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു സെറ്റ് ചെയ്തു. ഇടയ്ക്ക് വന്ന് അലമ്പാക്കാൻ എൻ്റെ മോന് വന്നായിരുന്നു. അവനെ ഒരു വിധത്തിൽ ഞാൻ ഓട്ടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ ഒരു 2-3 ജോഡി ചെയ്തിട്ട് എന്ത് ചെയ്യാം, അനിയത്തിക്കോ ആർക്കെങ്കിലും കൊടുക്കാൻ, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഗിവ് അവേ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് ആഗ്രഹം. നോക്കാം, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. നല്ല പെർഫെക്റ്റൊക്കെ ആയിട്ട് വന്നാൽ ഒരു ഗിവ് അവേ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പേർക്കൊക്കെ കൊടുക്കാം. നമ്മൾ ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, നല്ല പെർഫെക്റ്റായിട്ടൊക്കെ വന്നാലല്ലേ നമുക്കത് കൊടുക്കുമ്പോൾ നമുക്കും ഒരു എന്താ പറയുക, മനസ്സിലൊരു സന്തോഷമുണ്ടോ.